പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തി ഇറാനിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തുകയായിരുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഇൻ ചീഫ് ഹൊസൈൻ സലാമി കൊല്ലപ്പെട്ടു. തിരിച്ചടിക്കുമെന്നും ആക്രമണത്തിന് യുഎസും ഇസ്രയേലും കനത്ത വില നൽകേണ്ടി വരുമെന്നും ഇറാൻ സംയുക്ത സൈനിക വക്താവ്. ഇസ്രയേലിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇസ്രയേൽ ഒരു തെമ്മാടി രാഷ്ട്രമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അഷിത ചേരുകയാണ്. അഷിത, നമ്മൾ ഈ വിമാന ദുരന്തത്തിന്റെ വാർത്തയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇറാനിലെ ഇസ്രയേൽ വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ആ പ്രാധാന്യത്തോടെ സ്ക്രീനിൽ എത്താത്തത് എന്നുള്ള ഒരു വസ്തുത കൂടിയുണ്ട്. എന്തൊക്കെ വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്? അത്യന്തം അപകടകരമായ ഒരു സാഹചര്യം തന്നെയല്ലേ ഉടലെടുത്തിരിക്കുന്നത് ലോകസമാധാനത്തിന്? അതെ ലക്ഷ്മി പത്മ, പശ്ചിമേഷ്യ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുക തന്നെയാണ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച പുലർച്ചെയുമായിട്ട് ഇസ്രായേൽ ഇറാന് നേരെ വലിയൊരു ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. മിസൈൽ ആക്രമണം ആദ്യം ഉണ്ടായത്, പിന്നാലെ സ്ഫോടനങ്ങളും ഉണ്ടായി. ജനവാസ മേഖലകളിൽ പോലും ആക്രമണം ഉണ്ടായതായി ഇറാൻ ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇറാൻ പ്രാദേശിക സമയം പുലർച്ചെ 4 മണിയോടെയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടുള്ള പ്രധാനപ്പെട്ട ആക്രമണം ഉണ്ടായത്. മധ്യ ഇറാനിലെ നെദാൻസിലുള്ള ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന് നേരെ ശക്തമായ ആക്രമണമാണ് ഉണ്ടായത്. ഇവിടെ നിന്ന് കറുത്ത പുകകൾ വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. പുക അത് ഇങ്ങനെ ദൃശ്യങ്ങൾ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ആസ്ഥാനത്തിന് നേരെയും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ റവല്യൂഷണറി ഗാർഡിന്റെ മേധാവി ഹൊസൈൻ സലാമി കൊല്ലപ്പെട്ടതായി ഇറാൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആണവശാസ്ത്രജ്ഞരായ ആണവോർജ്ജ സംഘടനയുടെ മുൻ തലവൻ ഫെറൈദൂൺ അബ്ബാസി, മുഹമ്മദ് മെഹദി ടെഹ്റാൻചി എന്നിവരുടെ മരണവും ഇപ്പോൾ ഇസ്രായേൽ തന്നെ പറയുന്നുണ്ട്. ഇറാനും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആക്രമണത്തിന് പിന്നാലെ ഇറാൻ വ്യോമാതിർത്തി അടച്ചിട്ടുണ്ട്. എല്ലാ വിമാന സർവീസുകളും നിർത്തിവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ 6 സൈനിക താവളങ്ങളെങ്കിലും ആക്രമിക്കാനായി എന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. പ്രതിരോധത്തിന് മറ്റൊരു മാർഗം ഞങ്ങളുടെ മുന്നിലില്ല എന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇക്കാര്യം ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നില്ല. ജനവാസ കേന്ദ്രങ്ങളല്ല, ഞങ്ങൾ സൈനിക ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് മാത്രമാണ് ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേലിന്റെ വാദം. അതുപോലെ ഈ ആക്രമണം ശക്തമായ പശ്ചാത്തലത്തിൽ ഒരു തിരിച്ചടി ഇസ്രായേൽ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഒരു അടിയന്തരാവസ്ഥ സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം സ്കൂളുകളും കോളേജുകളും അതുപോലെ സ്ഥാപനങ്ങളും ഒന്നും ഇന്ന് തുറന്ന് പ്രവർത്തിക്കരുത്, ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ തുറന്ന് പ്രവർത്തിക്കരുതെന്ന് ഇസ്രായേൽ സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അവശ്യ സർവീസുകൾ മാത്രം പ്രവർത്തിച്ചാൽ മതി എന്നാണ് നിർദ്ദേശം. ജനങ്ങൾക്ക് സൈറൺ നൽകി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. അങ്ങനെ ശക്തമായൊരു തിരിച്ചടി ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ഉറപ്പായിരിക്കുന്നു. ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാനും പറഞ്ഞിരിക്കുന്നു. കാരണം ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനെയി തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൈപ്പേറിയൊരു വിധി ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട്, അതിനുള്ളതെല്ലാം അവർ ചെയ്തു വെച്ചു കഴിഞ്ഞു എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് പ്രതികരിച്ചിരിക്കുന്നത്. ഇറാൻ സംയുക്ത സൈനിക മേധാവിയും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുന്നു. ലക്ഷ്മി പത്മ. അഷിത, ഇന്ത്യയിൽ നിന്നടക്കം നിരവധി പേർ ഉള്ള രാജ്യമാണ് ഇറാൻ. പ്രത്യേകിച്ചും എണ്ണപ്പാടങ്ങളിലടക്കം നിരവധി പേർ പണിയെടുക്കുന്നുണ്ട്. മലയാളികൾ അടക്കമുള്ളവർ ഉണ്ട് ധാരാളമായി ആ രാജ്യത്ത്. അപ്പോൾ അവിടെയുള്ളവരുടെ സുരക്ഷ സംബന്ധിച്ച് എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അവരോടൊക്കെ ജന്മനാട്ടിലേക്ക് മടങ്ങാനാണോ ഇപ്പോൾ അതത് രാജ്യങ്ങൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം? ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വരുന്നുണ്ടോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? രാജ്യത്തേക്ക് മടങ്ങാനൊരു നിർദ്ദേശം നൽകിയിട്ടില്ല. പക്ഷെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറണം. ഇസ്രായേൽ സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് എങ്ങനെയാണോ സുരക്ഷിതമായി ഇരിക്കാൻ കഴിയുക അത്തരത്തിലേക്ക് മാറണമെന്ന് ഇന്ത്യൻ എംബസി പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റ് നടപടികൾ തുടർ നീക്കങ്ങൾ എങ്ങനെയാകും എന്നതനുസരിച്ചുകൊണ്ട് സ്വീകരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുള്ള US-മായി ബന്ധപ്പെട്ട വിഷയമാണ്. കാരണം നെതന്യാഹു ഈ ആക്രമണത്തിന് ശേഷം മാധ്യമങ്ങളെ
കണ്ടിരുന്നു, ഇസ്രായേലിലെ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് US-നും ട്രംപിനും നന്ദി എന്നാണ് നെതന്യാഹു പറഞ്ഞത്. പക്ഷേ ഈ US-ന് നന്ദി എന്ന് പറഞ്ഞപ്പോൾ തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു US-ന് നന്ദി എന്നുള്ളൊരു കാര്യം പറയുന്നതിനെ അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. കാരണം അമേരിക്കയ്ക്ക് ഈ ആക്രമണത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ ഇറാൻ ഇത് കണക്കിലെടുത്തിട്ടില്ല. ഇറാൻ പറഞ്ഞത് ഇസ്രയേലും അതുപോലെ തന്നെ US-ഉം ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ സംയുക്ത സൈനിക മേധാവിയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഈ ഇറാന് സംശയം ഉണ്ടാകാനുള്ളൊരു കാരണം കൂടിയുണ്ട്. കാരണം ഈ ആക്രമണം ഉണ്ടാകുന്നതിന് 24 മണിക്കൂർ തൊട്ട് മുൻപാണ് ഈ US-ന്റെ ഭാഗത്തുനിന്ന് ഒരു ഇന്റലിജൻസ് മുന്നറിയിപ്പ് വരുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുമെന്ന് ഈ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അമേരിക്ക ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെല്ലാമുള്ള അവരുടെ നയതന്ത്ര പ്രതിനിധികളെയും സൈനികരുടെ കുടുംബാംഗങ്ങളെയും എല്ലാം രാജ്യത്തേക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്തിരുന്നു. ഇതും കൂടെ ഇതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട് ലക്ഷ്മി പത്മ. അപ്പോൾ തീർച്ചയായും ഈ ആക്രമണത്തിന് US പിന്തുണ എന്നുള്ള നിലയ്ക്കാണോ ഇപ്പോൾ അത്തരം നിഗമനങ്ങളിലേക്കാണോ എത്തേണ്ടത്? US-ന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ? മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ടോ? UN പ്രതികരണം വന്നിട്ടുണ്ടോ അഷിത? US ഈ ആക്രമണത്തിൽ പങ്കില്ല എന്ന് കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രതികരണം വന്നു കഴിഞ്ഞു. ഇറാൻ ഇങ്ങനെ US-നെ സംശയിക്കുന്നുണ്ട് എന്ന തരത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായപ്പോൾ തന്നെ US-ന്റെ മറുപടി വന്നു കഴിഞ്ഞു. ഞങ്ങൾക്ക് ഈ ആക്രമണത്തിൽ പങ്കില്ല, ഇസ്രായേലിന്റെ ഒരു നീക്കത്തിന് US-ന്റെ പിന്തുണയില്ല, അങ്ങനെ ഒന്ന് US ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ട്രംപിനോട് ഏറ്റവും അടുത്തൊരു ജനപ്രതിനിധി ഇസ്രായേൽ നടപടി തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടതെല്ലാം വിവാദമായിട്ടുണ്ട്. അതിനെ ായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇസ്രായേൽ നടപടിയെ. അതും ഈ ഘട്ടത്തിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട്. പക്ഷെ മറ്റൊരു കാര്യം, UN ഈ ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. മറ്റ് അന്താരാഷ്ട്ര രാജ്യങ്ങൾ ലോക രാജ്യങ്ങളെല്ലാം ഈ ഒരു നടപടിയെ, ഇസ്രായേലിന്റെ നടപടിയെ അപലപിക്കണമെന്നാവശ്യപ്പെട്ട് ഇറാനും രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും UN ഈ വിഷയത്തിൽ അവരുടെ അപലപിച്ചു കഴിഞ്ഞു. ഇസ്രായേലിന്റെ നടപടി ശരിയായില്ലെന്ന് UN സെക്രട്ടറി ജനറൽ പറഞ്ഞു കഴിഞ്ഞു. ലക്ഷ്മി പത്മ, ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന ഈ ഓപ്പറേഷന് അപ്പോൾ ഇനി ആരുടെയൊക്കെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ ആക്രമണത്തിൽ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ, ഇറാനിലെ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഇൻ ചീഫ് ഹുസൈൻ സലാമി അടക്കം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. വലിയ നഷ്ടം തന്നെ ഇറാന് സംഭവിച്ചിരിക്കാൻ തന്നെയാണ് സാധ്യത. എന്താണ് പുറത്തേക്ക് വരുന്ന അവരുടെ നഷ്ടങ്ങൾ സംബന്ധിച്ച് പുറത്തേക്ക് വരുന്ന വാർത്തകൾ? ഒരു പ്രത്യാക്രമണം ഉടനുണ്ടാകും എന്ന് തന്നെയാണോ ലോകം കരുതുന്നത്? അതെ ലക്ഷ്മി പത്മ, ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഒരു 6 സൈനിക കേന്ദ്രങ്ങൾ എന്തായാലും ആക്രമിക്കപ്പെട്ടു എന്ന് ഇസ്രായേൽ തന്നെ ഉറപ്പ് പറയുന്നു. നദാൻസിലെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമടക്കം ആക്രമിച്ചു എന്നും ഇസ്രായേൽ ഉറപ്പ് പറയുന്നു. ഇവിടെ യുറേനിയം സമ്പുഷ്ടീകരണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നെന്നും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു 15 ആണവ ബോംബെങ്കിലും ഉണ്ടാക്കാനുള്ള തരത്തിലുള്ള യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു എന്നൊക്കെ തരത്തിലാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കമന്റുകൾ. അതുകൊണ്ടാണ് ഈ ആക്രമണം ശക്തമാക്കിയതെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇപ്പോൾ ഈ പ്രതിരോധമല്ലാതെ മറ്റൊരു മാർഗം ഞങ്ങൾക്ക് മുന്നിലില്ല, ഞങ്ങളുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇത് ചെയ്തേ പറ്റൂ എന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ കമന്റ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രതികരണം വന്നിരിക്കുന്നത്. ഈ ആക്രമണത്തിന് തൊട്ടു മുമ്പ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഈ കാര്യത്തിൽ പ്രതികരിച്ചിരുന്നു. കാരണം ഇറാനെതിരെ ഒരു നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പായിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ വാക്കുകളിൽ നേരത്തെ തന്നെ അറിയാൻ കഴിഞ്ഞിരുന്നത്. തീർച്ചയായും വലിയ തോതിൽ ലോകം ഒരു യുദ്ധഭീതിയിൽ തന്നെ കഴിയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഒരു ആക്രമണമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്ക് ഉണ്ടായിരിക്കുന്നത്. ഇറാൻ്റെ സൈനിക മേധാവി അടക്കം കൊല്ലപ്പെട്ടുന്ന അത്യന്തം ഗുരുതരമായ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇറാൻ്റെ ഒരു പ്രത്യാക്രമണം ഇസ്രായേലിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ലോക സമാധാനം തന്നെ വലിയ ഭീഷണിയിലാകുന്ന സ്ഥിതിഗതികളാണ് ഏതായാലും ഉണ്ടായിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾ UN ഒക്കെ ഇതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, ഇടപെടുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.